സഹോദരന്റെ അഭിവാദ്യങ്ങൾ നിങ്ങൾക്കെല്ലാം ജയിക്കും. ബ്രോഷർ എംഎൽഎക്ക് നൽകുന്നതിന് വേണ്ടി സ്കൂളിലെ കൺവീനർ ശ്രീ കെ കൃഷ്ണയുടെയും ചെയർമാൻ ശ്രീ സി കെ കുഞ്ഞുട്ടി അജിയെ ക്ഷണിക്കുകയാണ്. സംസാരിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നമ്മുടെ തിരൂർ എംഎൽഎ പുൽക്കോടി മൊയ്തീൻ സാറ്, നമ്മുടെ വേദിയുടെ പ്രവർത്തകര്, പ്രിയപ്പെട്ട രക്ഷിതാക്കള്, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞാൻ ഈ അനുസ്മരണ യോഗം എന്ന് പറയുന്നത് മാഷയുടെ ഒരു പരിപാടിക്ക് മാത്രമാണ് ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായത്. നല്ല വശങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ എങ്ങനെ സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് പെരുമാറാം എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് മാഷാണ്. അപ്പൊ ഈ ഒരു മേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. മാഷയുടെ വ്യക്തിത്വങ്ങളെ അത് സ്വയം എരിഞ്ഞു തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു മാഷുടെ ഇടപഴകാനുണ്ടായിട്ടുള്ള ഒരു അവസരം ഞങ്ങളുടെ പര്യാപ്തത്തിലുള്ള നവയുഗമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ ഒരു മറ്റ് 5 പൈലോ പരീക്ഷ അദ്ദേഹത്തിനും അതേപോലെ തന്നെ കൂടുതൽ ആളുകൾക്കും സുമാഷ് സൂചിപ്പിച്ചത് അദ്ദേഹം വേറൊരു നാട്ടിൽ നിന്ന് വന്നതാണെന്ന്. പക്ഷേ നാട് എന്ന് പറയുന്നത് വളരെ ദൂരെയുള്ള നാടൊന്നുമല്ല. അദ്ദേഹം മംഗലത്തിലായിരുന്നു തിരിച്ചു. നമ്മുടെ മംഗലത്തിൽ പഴയ കാലത്ത് വില്ലേജ് കൊണ്ട് പോകുന്ന സമയത്ത് മംഗലവും വെട്ടം ഒരു വില്ലേജിൽ പെട്ടതായിരുന്നു. അപ്പൊ അത് അങ്ങനെ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരത്തൊക്കെ ഒന്നാണെന്ന് ചോദിച്ചു. അപ്പോ മംഗലത്തിലാണ് അദ്ദേഹം ജനിച്ചത് വന്നു നോക്കി. പക്ഷെ ജീവിതത്തിന്റെ വളരെ കാലവും നമ്മുടെ കൂടെ പ്രവർത്തിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളെ സംബന്ധിച്ചിടത്തോളം ആ സാഹോദര്യം, സഹവർത്തിത്വം, നിഷ്കളങ്കത, അതുപോലെ ഉള്ള നേതൃത്വപരമായ കഴിവ്, അതാണ് ഇവിടെ അധ്യക്ഷ തീരുമാനം മനസ്സിലുറപ്പിച്ചുള്ള കാര്യങ്ങൾ. ആ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും അതിൽ പങ്കെടുത്തിട്ടുള്ള പലർക്കും ഇത് എങ്ങനെ പ്രായോഗികമാകുന്നെങ്ങനെയാണ്. ആദ്യകാലത്തെ വേദിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് 1988-ലാണ്. 1988 ഒക്ടോബർ മാസം 2-നാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന നാടുകളിലുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള ക്ലബ്ബുകൾ, വായനശാലകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ആർട്സ് ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകൾ, അതൊക്കെ പേരിൽ അടുത്ത വർഷമാണ് അദ്ദേഹം അതിന്റെ പ്രവർത്തന രംഗത്തേക്ക് വന്നത്. അതുമുതൽ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരും പ്രവർത്തകരൊക്കെ അവരവരുടെ കയ്യിൽ നിന്ന് ചില്ലറ പൈസകൾ എടുത്തിട്ടാണ് അന്നത്തെ ചെലവുകളൊക്കെ നടത്തുന്നത്. കാര്യമായിട്ട് പിരിവുകളൊന്നും വന്നില്ല. പിന്നീട് അത് ഘട്ടം ഘട്ടമായിട്ട് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു ഈ സ്ഥാപനം നിലനിൽക്കുന്ന ആശയങ്ങള് നമ്മൾ ഒട്ടേറെ പരിപാടികളിലൂടെ നടപ്പിലാക്കി. ആ മിക്കവാറും ഘട്ടത്തിൽ ഭാഗമാക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യം. ഒട്ടേറെ ക്യാമ്പുകൾ, ലഹരി വിരുദ്ധ ക്യാമ്പുകൾ, ആയുർവേദം, എല്ലാവരും എൻ്റെ ചാനൽ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് പൂവി ഫ്ലവേഴ്സ്. എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ.